മാഷേ, കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പറഞ്ഞത്, ഇ.ഡി. വന്നു, എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, എന്നെ അന്വേഷിച്ചിട്ടല്ല ഇ.ഡി. വന്നത്, എന്നെ വീട് തടങ്കലിലാക്കിയിട്ടില്ല, എൻ്റെ മകളോട് ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള ഉത്തരവും കിട്ടിക്കാണും, എന്നെ എന്തായാലും ഇ.ഡി. ചോദ്യം ചെയ്തിട്ടില്ല. ഇത് പിണറായി വിജയൻ്റെ വാ കൊണ്ട് വ്യക്തമായി കേരളം മുഴുവൻ കേൾക്കെ പറഞ്ഞതാണ്. 18 പേർ ഇപ്പം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. 300 പേരുടെ ലിസ്റ്റ് ഇ.ഡിയുടെ കയ്യിലുണ്ട്. പിണറായി വിജയനെ ഇ.ഡി. വീട്ടു തടങ്കലിലാക്കിയിട്ടില്ല എങ്കിൽ, പിണറായി വിജയനോട് ഇ.ഡി. ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എങ്കിൽ എന്തിനാണ് ഈ തിരുവനന്തപുരം കത്തിക്കുന്ന തരത്തിലേക്ക്, ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തരത്തിലേക്ക്, ഇ.ഡി. വാഹനങ്ങൾ തകർക്കുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തകരെന്ന് പറയുന്ന ഗുണ്ടകൾ ഈ നെറികേട് കാണിച്ചത്? വീണ വിജയന് വേണ്ടിയിട്ടാണെങ്കിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ആളാണ് വീണ തൈക്കണ്ടി. ആർക്ക് വേണ്ടിയാണ്, ആരാണ് ഈ ഗൂഢാലോചന നടത്തിയത്? നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പും പല സമയങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വീണ തൈക്കണ്ടിയെ അവരുടെ പണിക്ക് വിടുക, അത് പിണറായിയുടെ പ്രതീകമായി കണക്കാക്കി പ്രതികരിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല. അത് സഹാക്കൾക്ക് മനസ്സിലാവില്ല. തോറ്റിരിക്കുന്ന സാഹചര്യത്തിൽ സഹാക്കൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, സഹാക്കൾ മീൻസ് പാർട്ടിയുടെ നേതാക്കൾ, അവർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ്റെ വീട് ഇ.ഡി. റെയ്ഡ് ചെയ്യുന്നു. ഒന്ന്, പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം അവർക്കുമില്ല. ഇനി അവർ റെയ്ഡ് ചെയ്താൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവ് എന്ന നിലക്കും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലക്കും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഇതിൽ ആൾക്കൂട്ടങ്ങളെ ഇടപെടുത്താതിരിക്കുക എന്നുള്ളതാണ്. വളരെ ശാന്തമായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് അവസാനിക്കും. അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും അങ്ങോട്ട് സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അവർ നേരത്തെ ഒന്നും അവരുടെ ഇന്ന് പ്രത്യേകിച്ച് കിട്ടാനൊന്നും പോകുന്നില്ല. ഇ.ഡി. ഒരു ഷോ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ അവർക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള രേഖകൾ അതല്ലാണ്ട് പുതിയ രേഖകളൊന്നും അവർക്ക് കിട്ടാനുമില്ല. അപ്പോൾ അവരൊരു ഷോ കാണിക്കുന്നു. ആ ഷോക്ക് പകരം ഇവരുടെ അതാണ് പ്രതിഷേധമായിട്ട് വന്നത്. അത് ആർക്കാണ് നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കാണ് നഷ്ടം എന്നുള്ളതാണ്. പിണറായി വിജയൻ പറഞ്ഞ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനല്ല ഇ.ഡി. വന്ന്. ഇ.ഡി. ചോദ്യം ചെയ്യാൻ വന്നത് വീണയെ ചോദ്യം ചെയ്യാനാണ്. അവർ ചോദ്യം ചെയ്ത് പോട്ടെ എന്ന് കരുതൽ മതിയില്ല. വാർത്ത പോലും ആവില്ല ഇതുമാരെ. അപ്പോൾ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രീതിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം സഹാക്കൾ വീണ്ടും ചോദിക്കും, എന്തിനാണ് വീണയ്ക്ക് വേണ്ടി പാർട്ടി ഇറങ്ങുന്നത്? നേരത്തെ ഇനി പ്രശ്നം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ ബിനീഷ് കൊടിയേരി അദ്ദേഹത്തെ ഇതുപോലെ തന്നെ ഇ.ഡി. പിടികൂടുകയും മയക്കുമരുന്ന് കേസിലൊക്കെ പ്രതിയാക്കിയ സമയത്ത് അന്ന് അയാൾക്ക് വേണ്ടി പാർട്ടി ഇടപെട്ടിരുന്നില്ല. പാർട്ടി ഇടപെടാതിരിക്കാനായിട്ട് അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, അവനൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കട്ടെ എന്നാണ്. ആ സമീപനം തന്നെയാണ് വീണയുടെ കാര്യത്തിലും പിണറായി വിജയൻ എടുക്കേണ്ടത്. അവർ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കട്ടെ, അവർക്ക് കുറ്റവാളിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ പറയുന്നവരെ ഇത് ലളിതമായ രീതിയിലല്ല പോകുന്നു. വീണ തൈക്കണ്ടി ആരാണ്? ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലക്കാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. അതായത് ഒരു പണിയെടുക്കാണ്ട് കാശ് വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പദത്തെ അവർ മാർക്കറ്റ് ചെയ്തു എന്ന നിലക്കാണ് ആരോപണങ്ങൾ വരും. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഇതുമായിട്ട് ഇൻവോൾവഡ് ആവും. അങ്ങനെയാണ് അദ്ദേഹം ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഇതിനകത്തുണ്ടായത്. അല്ലെങ്കിൽ അതുണ്ടാവില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞങ്ങൾ ഇതാ തെരുവിലിറങ്ങുന്നു, സ്ഫോട വസ്തുക്കൾ, ഹെൽമറ്റ്, വടി, കുറുവടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇ.ഡി. ആക്രമിച്ചത് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി, ഞങ്ങളുടെ സമുന്നതനായ നേതാവിന് വേണ്ടി ഞങ്ങളിതാ തെരുവിലിറങ്ങി ഇ.ഡിയെ ആക്രമിക്കുന്നു, ഞങ്ങളിതാ തെരുവിലിരുന്ന് പ്രതിഷേധിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ മുതിർന്ന നേതാക്കളെന്ന് പറഞ്ഞവരെ ഒക്കെ കണ്ടു. എം.എ. ബേബിയുടെ പ്രതികരണം കണ്ടു, കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം കണ്ടു. എന്തിനൊക്കെ കോർപ്പറേഷൻ മുൻ മേയർ തിരുവനന്തപുരത്തെ കുളം തോണ്ടിയിട്ടിട്ട് പോയ ആര്യ രാജേന്ദ്രനെ കണ്ടു, ശൈലജ ടീച്ചറിനെ കണ്ടു, ഇ.പി. ജയരാജനെ, പി. ജയരാജനെ, വിജയരാഘവനെ അടക്കം എല്ലാവരെയും നമ്മൾ കണ്ടു. ഈ നേതാക്കളൊക്കെ വന്നത്
വീണയ്ക്ക് വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ പിണറായിക്ക് മുകളിലാണോ ഇവർക്കൊക്കെ വീണ? അല്ല, വീണയ്ക്ക് വേണ്ടിയാണ് എന്ന് അവർക്കൊരിക്കലും പറയാൻ പറ്റില്ല. അവർ പിണറായിക്ക് വേണ്ടിയാണ് വരുന്നത്. അല്ല, പിണറായി വിജയൻ തന്നെ പറഞ്ഞല്ലോ മാഷേ, എന്നെ ഇ ഡി ചോദ്യം ചെയ്തിട്ടില്ല, ഞാൻ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ മകളുണ്ട്, ആ വീട്ടിലേക്കല്ലേ ഇ ഡി രേഖകൾ പരിശോധിക്കാൻ വന്നത്, വീണയെ ചോദ്യം ചെയ്തത്. ഇനിയിപ്പോൾ വീണയ്ക്ക് സമൻസ് കൊടുക്കും. ഇവിടെ ഒന്നും പിണറായിയുടെ പേര് ഇ ഡി പറയുന്നില്ല. പിണറായിക്ക് വേണ്ടിയാണ് ഇവർ കേരളം കത്തിച്ചതെന്നല്ലേ പറയുന്നത്? അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് വീണ തൈക്കണ്ടിക്ക് ആർക്കെങ്കിലും കാശ് കൊടുക്കുമോ? കൊടുക്കുമോ? ഇല്ല. അപ്പോൾ അത് പിണറായിക്ക് വേണ്ടി കൊടുത്തതാണ് എന്നും പിണറായിയാണ് അഴിമതിക്കാരനെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് അവിടെ റെയ്ഡ് നടത്തുമ്പോൾ അത് പിണറായിയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പാർട്ടിക്കാർ കണക്കാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ പാർട്ടി നേരത്തെ തന്നെ ഒരു നിലപാടെടുക്കുകയും ആ നിലപാട് ഇത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് വീണ തൈക്കണ്ടിയുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്, അവരുടെ പാടായി എന്ന നിലപാടെടുത്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻവോൾവ്മെൻറ്റ് പാർട്ടിക്ക് ഒരിക്കലും വരില്ലായിരുന്നു ആദ്യമേ തന്നെ. പിന്നെ തെറ്റായ രീതിയിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടു, അവസാനം അതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റാത്ത രീതിയിലായി. ഇപ്പോൾ പാർട്ടി അതിനകത്താണ്. അപ്പൊ ഈ പ്രവർത്തകരുടെ അവസ്ഥ എന്താവും പക്ഷേ ഈ പിണറായി വിജയന് വേണ്ടി അതൊക്കെ എത്രയോ കേസുകൾ അങ്ങനെ ഉണ്ടായിരിക്കും. ആ കേസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ രൂക്ഷമായിട്ടുള്ള കേസുകളൊക്കെ ആണെന്ന് വെച്ചാൽ പാർട്ടി സപ്പോർട്ട് ചെയ്യേണ്ട കേസാണെന്ന് വെച്ചാൽ പാർട്ടി സപ്പോർട്ട് ചെയ്യും. എന്നുവെച്ചാൽ കേസ് നടത്തുകയും മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് ചെയ്യും. അതല്ലാണ്ട് എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? ഈ ഇ ഡി ഉപദ്രവിച്ചതും അതുപോലെ കേന്ദ്ര ഏജൻസിയെ തൊട്ടതും കേന്ദ്ര ഏജൻസിയെ ഉപദ്രവിച്ചതും ഒക്കെ രാജ്യദ്രോഹപരമായ കുറ്റം, വധശ്രമത്തിന് വരെ എന്ത് കേസെടുത്താലും അതിൽ പാർട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ള സപ്പോർട്ട് പാർട്ടി കൊടുക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. എത്രയോ കൊലപാതക കേസുകളാണ് വരേണ്ടതായിട്ട്. അതിലൊക്കെ ഇങ്ങനെ തന്നെ നിലപാടിലുണ്ടായിരുന്നു. നമ്മൾ കുറച്ചു കാലമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഈ രീതിയിൽ കൊണ്ടുപോകരുത് എന്നുള്ള ഉപദേശം പല ഘട്ടത്തിലും CPM നൽകിയിട്ടുള്ളതാണ്. കാരണം ഇത് മുന്നോട്ട് പോയാൽ അതിന് ആക്രമണാത്മക സ്വഭാവം എന്ന് പറയുന്നത് വളരെ കൂടുകയാണ് ചെയ്തത്. കണ്ണൂർ പൊളിറ്റിക്സിലാണ് അത് നേരത്തെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പാർട്ടിക്കാരും മോശമല്ല, എല്ലാവരും അക്രമത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അക്രമത്തിൻ്റെ രാഷ്ട്രീയം പടർന്നത് അങ്ങനെ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ ലോബി അതിൻ്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അത് പല സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കാണുന്നത് അത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇപ്പോൾ അത് ഇനി തുടരും എന്ന് ഞാനും കണക്കാക്കുന്നില്ല. ഇനി ഈ പിണറായി ഇത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വീണയെ വീണ്ടും സമൻസ് അയച്ച് വിളിപ്പിക്കുമെന്നൊക്കെയാണ് ഇന്നലെ ഇ ഡി പറയുന്നത്. കൃത്യമായി തെളിവുകൾ കിട്ടി. ഇപ്പോൾ ഫോൺ അടക്കം. ഇതിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവർ ഇ ഡി ഓരോരുത്ത് റെയ്ഡ് ചെയ്യണം, അത് കഴിഞ്ഞ് സമൻസ് അയക്കണം. ഇതൊക്കെ എന്തിനാ വലിയ കാര്യമായിട്ട് ഇ ഡി തന്നെ എഴുന്നള്ളിച്ചിട്ട് നടക്കണം? എന്തിനാണ് ഇ ഡി പത്രക്കാർക്കൊക്കെ അപ്പം തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക? ഇത് മുഴുവൻ വൃത്തികെട്ട പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നതിൻ്റെ ഭാഗം. നമ്മൾ പലപ്പോഴും കോടതികളിൽ പോലും ഉള്ള പരാമർശങ്ങൾ വാർത്തകളായി വരുന്നത് ഇതിൻ്റെ ഒന്നും കാര്യങ്ങളില്ല. കോടതിയിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജഡ്ജും അതേപോലെ തന്നെ നിയമ സംവിധാനങ്ങൾ മാത്രം അറിയേണ്ട കാര്യമുള്ളൂ. പക്ഷേ പലപ്പോഴും എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ചില വാചകങ്ങൾ, ആ വാചകങ്ങൾ പെട്ടെന്ന് വലിയ വാർത്തയായി പത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ ഇ ഡിക്ക് എന്ത് കാര്യം ഇതൊക്കെ പത്രക്കാരെ വിളിച്ച് പറയേണ്ടത്? ഇവരെന്ത് പൊളിറ്റിക്കൽ വെപ്പൺസാണ്? അതുപോലെ രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളാണ്. ഒരു കാര്യമില്ല ഇവർക്കൊന്നും പുറത്ത് പറയേണ്ടത്. അപ്പോൾ ഇവരിതെല്ലാം പറഞ്ഞ് പുറത്ത് നടത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടക്കുകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് നടക്കുകയാണ്. ഇവരെല്ലാവരും കൂടി ഇത് കുട്ടിച്ചോറാക്കും, അത്രേ ഉള്ളൂ. അല്ല, ആരും നല്ല കക്ഷികളല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.